ഹലോ റോസ് ബെൻ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഈ വീട്ടിലെ ഏറ്റവും ഫേവററ്റ് പ്ലേസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സ്വിറ്റ്സർലൻഡിൽ ആദ്യം താമസിച്ചിരുന്ന ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിലാണ്. പിന്നെ അതിനുശേഷം ഞാനൊരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി. ഇപ്പോൾ അവിടുന്ന് ഞാൻ ഒരു 3.5 ബെഡ്റൂമിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് 3 ബെഡ്റൂം, ഒരു ഓപ്പൺ കിച്ചൺ, പിന്നെ നമ്മുടെ ലിവിങ് ഏരിയ ആയിട്ടുള്ള ഒരു സ്പേസിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് എൻ്റെ വിഷസൊക്കെ നല്ലപോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് എനിക്ക് അതൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന ഒരാളെയും കൂടി കിട്ടി. സോ ഐ വാസ് സോ ഹാപ്പി. എൻ്റെ കാര്യങ്ങൾ വളരെ വൃത്തിയായി എനിക്കിവിടെ ചെയ്യാൻ പറ്റി. അപ്പം ഞാൻ കരുതി നിങ്ങളെ എന്തുകൊണ്ട് അത് കാണിച്ചുകൂടാന്ന്. യെസ്, നിങ്ങൾ എൻ്റെ വ്ളോഗൊക്കെ കാണുമ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ ഒരു സ്പേസ്. യെസ്, ഈ ഒരു സ്പേസ്, ഈ ഒരു മുറി എൻ്റെ ഏറ്റവും ഫേവററ്റ് ഒരു സ്പേസാണ്. ഈ മുറി മൊത്തമായിട്ട് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നില്ല, ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഷോ എൻ്റെ വാർഡ്രോബ് ആൻഡ് എൻ്റെ കളക്ഷൻസ് ആൻഡ് ഹൗ വി മെയ്ഡ് ഇറ്റ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പം എന്നെപ്പോലെയുള്ള കുറേ ഇതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. എൻ്റെ ഈ ഒരു മുറി ഒരു സ്ക്വയർ ഷേപ്പ് മുറിയൊന്നല്ല കേട്ടോ. ഈ അപ്പാർട്ട്മെൻറ്റ് മൊത്തം ഒരു നമ്മൾക്ക് ഉദ്ദേശിക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഷേപ്പുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. സോ ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട് ഫോർ അസ് ടു എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ തന്നെയും അത് കറക്റ്റായിട്ട് മെഷർമെൻറ്റിനനുസരിച്ച് എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മൾ ഉള്ളത് വെച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ മുറിയിൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ഉണ്ട്. ഇവിടെ എൻ്റെ ഓഫീസ് ഏരിയ. ആൻഡ് ഇവിടുന്ന് പിന്നെ എനിക്കൊരു മിററുണ്ട്. യെസ്, പിന്നെയാണ് എൻ്റെ ഈ ഒരു വാർഡ്രോബ് ഇരിക്കുന്നത്. നിങ്ങൾ അപ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ പുറകിൽ കിടക്കുന്ന ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ. എനിക്ക് ഡ്രസ്സ്, ബാഗ്, ഷൂസ്, ഈ ഒരു 3 കാര്യങ്ങളില്ലാതെ എൻ്റെ ലൈഫ് മുമ്പോട്ട് പോകത്തില്ല. യെസ്, എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് ഈ ഒരു 3 കാര്യങ്ങൾ. ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും ആയിരിക്കത്തില്ല, പക്ഷേ ഞാൻ ക്വാളിറ്റി നോക്കിയിട്ട് ഡ്രസ്സ് മേടിക്കുന്ന ഒരാളും കൂടിയാണ്, അല്ലെങ്കിൽ സാധനങ്ങൾ മേടിക്കുന്ന ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കളക്ഷൻസ് ആണുള്ളത്. അതായത് ഇത് ഇന്നോ ഇന്നലെയോ മേടിച്ച് കൂട്ടിയ സാധനങ്ങളൊന്നുമല്ല. ദ ഹോൾ കളക്ഷൻ കൂടി ഉള്ളത് സിൻസ് ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആണ്. നമ്മൾ എന്താ ഇവിടെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൻ്റർ സമയത്ത് സമ്മർ ക്ലോത്ത്സ് എല്ലാം മടക്കി ബോക്സസിലാക്കിയിട്ട് നമ്മൾ ബേസ്മെൻറ്റിൽ കൊണ്ടുവയ്ക്കും. അതുപോലെ തന്നെ സമ്മർ ടൈം ആകുമ്പോഴത്തേക്കിനും വിൻ്റർ ക്ലോത്ത്സ് ഒക്കെ ബോക്സസിലാക്കി വയ്ക്കും. അപ്പോൾ ഇവിടെ ഉള്ളത് എൻ്റെ വിൻ്റർ കളക്ഷൻസിൻ്റെ ഒരു ചെറിയ ഒരു പതിപ്പാണ്. കുറച്ച് ഞാൻ ഇവിടെ ബോക്സസിലും ആക്കി വെച്ചിട്ടുണ്ട്, ബിക്കോസ് എനിക്ക് എല്ലാം കൂടെ ഇവിടെ എടുത്തിടണം എന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു വാർഡ്രോബിൻ്റെ ക്രിയേഷൻ ഞങ്ങൾക്ക് പഴയ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നത് ഒരു നോർമൽ വാർഡ്രോബ് തന്നെയായിരുന്നു. അവിടെ പാവലിൻ്റെ ക്ലോത്ത്സും എൻ്റെ ക്ലോത്ത്സും വെച്ചിരുന്നു. ഇവിടെ ഇപ്പോൾ ഈ ഒരു സ്പേസിൽ എൻ്റെ ക്ലോത്ത്സ് മാത്രമേ ഉള്ളൂ. എനിക്ക് ആ വീട്ടിലായിരുന്നപ്പോഴും എൻ്റെ മൊത്തം ക്ലോത്ത്സ് ഒന്നും വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ പാവൽ എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹി വിൽ മേക്ക് എ വാർഡ്രോബ് ഫോർ മീ. യെസ്, സോ വി ക്രിയേറ്റഡ് ദിസ് വാർഡ്രോബ് ഫ്രം സ്ക്രാച്ച്, ഐ ഹാവ് ടു ടെൽ യു.
Can go almost. When all the pieces seem like they can't be found, I'll be the friend that is standing. No. I'll be the hand holding all your cares. I see you now, I'm not going anywhere. We'll find our way back home. We'll find our way back home. No, we'll never have to walk alone. We'll find our way back home. I'm coming home. ഇതൊരു ഗ്രൂപ്പ് വർക്കായിരുന്നു കേട്ടോ. ഞാനും പാവലും കൂടിയിട്ടുള്ള ഒരു ടുഗെദർ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. ആൻഡ് ഐ ഫെൽറ്റ് വെരി ഹാപ്പി. ഈ വീട്ടിലേക്ക് മാറി പിറ്റേ ദിവസം തന്നെ ചെയ്ത ഒരു കാര്യം എൻ്റെ വാർഡ്രോബാണ്. ബിക്കോസ് എനിക്ക് അത്രയും സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. ആദ്യം ഈ മുറിയുടെ ഒരു മെഷർമെൻറ്റ് നമ്മളെടുത്തു. അപ്പോൾ എൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ മിറർ വെച്ചതിന് ശേഷം എന്തെങ്കിലും പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഇവിടുത്തെ സ്പേസിൽ ഇങ്ങനെ ഒരു എൽ ഷേപ്പ് പോലെ ഒരു വാർഡ്രോബ് ക്രിയേറ്റ് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാനും പാവലും കൂടി ടുഗെദർ ഐക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൽ നിന്നാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇവിടെ യൂറോപ്പിൽ ഐക്കിയ ഭയങ്കര ഫേമസ് ആണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. പക്ഷെ ഇത് ഒരു പ്രാവശ്യം അഴിച്ചാൽ ഇത് ഇനി എങ്ങനെ പിന്നെ എവിടെയെങ്കിലും ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കഷ്ടമാണ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോഴൊന്നും മാറാൻ പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് ദാറ്റ്സ് ഓക്കെ. ബട്ട് ഐ വോണ്ടഡ് സ്പേസ്. ഈ സ്പേസ് വന്നപ്പോൾ തന്നെ എൻ്റെ മെൻ്റലിയും ഒക്കെ എനിക്ക് ഭയങ്കരമായ ഡിഫറൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു. സ്പേസ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് സ്പേസ് ഇൻ യുവർ ഹെഡ്, ഐ ഹാവ് ടു ടെൽ യു. നമ്മളിതിൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വി ടുക്ക് ഈ ഒരു മുറിയുടെ മെഷർമെൻ്റ് എടുത്തതിന് ശേഷം നമ്മൾ ഐക്കിയയുടെ ആപ്പുണ്ട്, ഇക്കിയ എന്നും പറയൂ കേട്ടോ. അപ്പം ഇക്കിയയുടെ ആപ്പിൽ കയറിയിട്ട് നമ്മൾ ഒരു ഡിസൈൻ നമ്മൾ തന്നെ ഉണ്ടാക്കി നോക്കി. അപ്പം നമുക്ക് ഇതുപോലത്തെ സ്ലാബ്സ് എല്ലാം മേടിക്കാൻ കിട്ടും. എത്ര സ്ലാബ്സ് വേണ്ടി വരും, പക്ഷേ എത്ര സ്ലാബ്സ് വേണ്ടി വരും എന്ന് മാത്രമേ നമ്മൾ ആലോചിച്ചുള്ളൂ. അവിടെ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഓൺലൈനിലൊന്ന് ഡിസൈൻ ചെയ്യാൻ നോക്കിയെങ്കിലും നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് മാറ്റാനും കൂടി പറ്റും. ഇഫ് യു സീ നമ്മൾ ഇതുപോലത്തെ പാനൽസ് നമുക്ക് മേടിക്കണം. എത്ര എണ്ണം വേണം എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അത് ഇതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ സ്ക്രൂസ് ചെയ്യാം. എന്നിട്ട് അത് മതിലിൽ സ്ക്രൂ ചെയ്തിട്ട് ഫസ്റ്റ് ലൈൻ ബൈ ലൈൻ ഇതാണ് നമ്മൾ അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഇതുപോലത്തെ ഫിക്സിങ് സാധനങ്ങളുണ്ട്. അതും ഓരോ ഇതിന് എന്തോരം വേണം, ഓരോ സ്ലാബിനും എന്തോരം വേണം എന്നുള്ളത് നമ്മൾ മേടിക്കണം. അത്രയും മേടിക്കണം. ഇങ്ങനത്തെ നമുക്ക് ഹാങ് ചെയ്യാൻ പറ്റുന്ന റോഡ്സാണ് മേടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ചത് ആ റോഡ്സ് എങ്ങനെ ഹാങ് ചെയ്യാം എന്നുള്ളത് മേടിക്കണം. അത് നമുക്ക് ഈ ഫിക്സിങ്ങിലെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. അതും എത്ര എണ്ണം വേണമെന്ന് മേടിക്കണം. അതുപോലെ തന്നെ ആ ഹാങ് ചെയ്യാനുള്ളത് നമ്മൾ ഇവിടെയും അത്രയും എണ്ണങ്ങൾ തന്നെ മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇതൊക്കെ വുഡൻ ആണ്. വുഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്കിയ ക്വാളിറ്റി വുഡൻ ആണ്. പക്ഷേ ഇതോടൊപ്പം തന്നെ ഞാൻ ഷൂസൊക്കെ വെക്കാനായിട്ട് മേടിച്ചത് ഒരു മെറ്റലിൻ്റെ ആണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചത്. അതിനോടൊപ്പം തന്നെ നമ്മൾ മേടിച്ചത് ഇതുപോലത്തെ ഡ്രോയേഴ്സാണ്. ഈ ഡ്രോയേഴ്സും നമുക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എണ്ണം മേടിക്കാം. ഇതെല്ലാം ഞാൻ കാണിച്ചു തന്ന ഫിക്സിങ് സാധനത്തിൽ തന്നെ നമുക്ക് എല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഡ്രോയേഴ്സ് മേടിക്കുമ്പോഴത്തേക്കിനും ഈ ഡ്രോയർ വലിക്കാനുള്ള കാര്യങ്ങളും സൈഡിൽ പിടിപ്പിക്കേണ്ടതും കൂടി നമ്മൾ എക്സ്ട്രാ മേടിക്കണം. സോ ദാറ്റ് നമുക്ക് ഡ്രോയർ സുഖമായിട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നമ്മൾ ഈ സാധനങ്ങളെല്ലാം പോയി മേടിച്ചതിന് ശേഷം
നമ്മൾ വീട്ടിൽ വന്ന് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ നമ്മൾ വീട്ടിൽ ഡിസൈൻ ചെയ്തത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തേണ്ടി വന്നു. ബിക്കോസ് ഈ ഒരു വോൾ, ഇവിടെ കാണുന്ന വോള് ഒരു സ്ക്വയർ ഷേപ്പിലല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് ഡ്രില്ലൊക്കെ വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ ആ വോൾ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഡ്രില്ല് പോയിട്ട് അവിടെ ഇടിക്കുമായിരുന്നു. സോ നമ്മൾ കുറച്ച് സ്പേസ് അവിടെ വിട്ടു. അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ഒരു പ്ലാന്റും എൻ്റെ മിററും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് കരുതി. അങ്ങനെ വി സ്റ്റാർട്ടഡ് ക്രിയേറ്റിംഗ് ദിസ് ഏരിയ. സോ നമ്മൾ ആദ്യം പാനൽസാണ് അറ്റാച്ച് ചെയ്തത്. പാനൽസ് എല്ലാം നമുക്ക് എവിടെയൊക്കെയാണ് വേണ്ടത്, ഈ ഷെൽഫിൻ്റെ വീതി, ഇപ്പോൾ ഈ ഒരു മെഷർമെൻറ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അതിനനുസരിച്ചുള്ളതിന് മേടിക്കാൻ കിട്ടും. കുറച്ചും കൂടി നീളം കൂടുതൽ വേണമെങ്കിൽ അതും നമുക്ക് മേടിക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ ഇവിടെ എൻ്റെ ബുക്സ് എല്ലാം വയ്ക്കുന്ന ഒരു ഏരിയയും മിററിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം വെക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഒരു ബോക്സസ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെയാണ് എൻ്റെ ഡയസനും ഓർണമെൻറ്റ്സും നെയിൽ കളേഴ്സും എല്ലാം വെച്ചിരിക്കുന്നത്. എൻ്റെ സ്വിം വെയർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കിനും എൻ്റെ മേക്കപ്പ് കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് അഗെയിൻ മേക്കപ്പ് ഐറ്റംസ്, പിന്നെ എൻ്റെ കുറച്ച് ബുക്സ്, പിന്നെ മുകളിൽ എൻ്റെ വാച്ച് കാര്യങ്ങൾ, അതിൻ്റെ കുറച്ച് ഉപയോഗിക്കാത്ത കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫയൽസ് എല്ലാം ഏറ്റവും മുകളിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ബെൽറ്റുകളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ആൻഡ് സം എന്താ പറയുക, ക്യൂട്ട് സ്ട്രൈറ്റ്നേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. പിന്നെ ഇവിടെ എൻ്റെ പുറകിൽ എൻ്റെ പെയിൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണത്തില്ല, ഇത് മിററിൻ്റെ അറ്റത്തിരിക്കുന്നതുകൊണ്ട്. സോ ഞാനിവിടെ ഒരു മിററാണ് വെച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് ഈസി, എനിക്കിവിടെ നിന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തത് വരുന്നത്, അവിടെ ഒരു ബാഗുണ്ട്. അവിടെ മുകളിൽ ഫുള്ള് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അവിടെ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ സൂട്ടും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ ബാഗ്സും. അടുത്ത ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഓഫീസ് വെയർസ് എല്ലാം, ടോപ്സ് എല്ലാമാണ് ഞാൻ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ടോപ്സ് എല്ലാം തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒറ്റ റെയിലായിട്ടാണ് മേടിച്ചത്. സോ ടോപ്പുകളെല്ലാം ഇവിടോട്ട് വരുമ്പോൾ ഐ സ്റ്റാർട്ട് വിത്ത് മൈ ഓഫീസ് വെയർ ഫ്രോക്കുകൾ. പിന്നെ അങ്ങറ്റത്തേക്ക് പോകുമ്പോഴത്തേക്കിനും ഐ ഹാവ് ലോങ് പാർട്ടി വെയേഴ്സ് പോലത്തെ കാര്യങ്ങളെല്ലാം തൂക്കിയിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വിൻ്റർ സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഈ കിടക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ കുറേ ഈസി ടു വെയർ ടീഷർട്ട്സും വെച്ചിരിക്കുന്നത്. ആൻഡ് there it goes my undergarments, socks and everything. And here is my pajama, and here is my dancing sports wear. അങ്ങനത്തെ കാര്യങ്ങളല്ല. ഇത് നമുക്ക് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. 3 ഷെൽഫുള്ള 2 സെറ്റുകളാണ് നമ്മൾ മേടിച്ചത്. നമുക്ക് ഓരോന്നായിട്ട് മേടിക്കാം കേട്ടോ. ഇനി ഇവിടെ വരുന്നത് എൻ്റെ സ്ലീവ്ലെസ് ആയിട്ടുള്ള കുറച്ച് ടോപ്സ് ആണ്. ആൻഡ് ഹിയർ ഇറ്റ് കംസ് കുറച്ച് ഷോർട്ടുകളാണ്. ആൻഡ് ഹിയർ ഈസി ടു വെയർ വിൻ്റർ ടോപ്സ് ആണുള്ളത്. ഇവിടെ ഇതുപോലെ നമ്മളൊരു റാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഫുള്ള് എൻ്റെ ജീൻസ്, പാൻറ്റുകൾ എല്ലാം നമ്മളിങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ ഹാങ്ങേഴ്സ് മേടിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുക കേട്ടോ. അവിടെ ഉപയോഗിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹിയർ വി കം ടു ദ നെക്സ്റ്റ് സൈഡ്. പോലെ ഈ ഒരു വലുപ്പത്തിലുള്ള റാക്സ് ആണ് നമ്മൾ മേടിച്ചത്. അവിടെ ഒരു ഹാങ്ങറുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ യൂട്യൂബിനുള്ള കാര്യങ്ങളും ട്രൈപോഡും ഫിറ്റ്നസ് ബാൻഡും നെക്സ്റ്റ് സീസണിൽ ഉപയോഗിക്കാനുള്ള ക്രീമുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ എൻ്റെ, നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഷ്രും ഹോസെ, അതായത് മറ്റേ സ്റ്റോക്കിൻസ്. വിൻ്ററിൽ നമുക്ക് സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. പല വെറൈറ്റീസ് ഉണ്ട്, അത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ മുഴുവൻ ഞാൻ ഓഫീസിൽ യൂസ് ചെയ്യുന്ന ജാക്കറ്റ്സും ഡെനിം ജാക്കറ്റും, അതുപോലെ തന്നെ 2 സാരി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നത് കോട്ട് സെറ്റുകളാണ്. സോ I've kept all my cot sets here and 1 saree and salwar also. Then we go to the next rack and here is എൻ്റെ എല്ലാ കോട്ട്സ് ആണ്. അതായത് ഷോർട്ട് പോലെ ഇരിക്കുന്ന സ്കേർട്സുകളാണ്. ഇത് വളരെ മിനി ആയിട്ടുള്ള സ്കേർട്ടുകളാണ്. ആൻഡ് ഇത് ഓഫീസ് ട്രൗസേഴ്സാണ്. ആൻഡ് ഇത് ഓഫീസ് സ്കേർട്ട്സും ഒരു റാക്കിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്.
Then it comes to my favorite area. This is my shoe rack. ഏറ്റവും മുകളിൽ നിങ്ങൾ കാണുന്നത് ഷൂ ഒക്കെ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ്സ് ആണ്. ഞാൻ എൻ്റെ ഷൂസുകളെല്ലാം വളരെ കെയർഫുള്ളായിട്ടാണ് വെക്കുന്നത്. ബിക്കോസ് ഇത് ഞാൻ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് മേടിച്ച ഷൂസുകളല്ല, വർഷങ്ങളായിട്ട് മേടിച്ച ഷൂസുകളാണ്. ഓഫീസിൽ സ്ഥിരമായിട്ട് പോകുമ്പോൾ ഞാൻ ഹീൽസ് യൂസ് ചെയ്യുള്ളൂ. ബിക്കോസ് ഐ ആം ജനറലി എ ഷോർട്ട് പേഴ്സൺ. ആ ഡ്രസ്സുകളൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹീൽസാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കംഫർട്ടബിളാണ്. ആൻഡ് ഞാൻ എൻ്റെ ഷൂസുകളെല്ലാം വളരെ കെയർഫുള്ളായിട്ട് ഇങ്ങനെ പൊതിഞ്ഞാണ് വെക്കാറ്. അതായത് ഇപ്പം നമ്മൾ ഇങ്ങനെ ബാഗ്സ് കിട്ടും, ഷൂ ബാഗ്സ് കിട്ടും, പൊതിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കുറച്ച് ഭയങ്കര എക്സ്പെൻസീവ് ഒന്നും അല്ലെങ്കിലും കുറേ നാൾ ഇരിക്കാനായിട്ട് ഞാനിങ്ങനെ ഷൂ ബാഗ്സിലാണ് വെക്കാറ്. അങ്ങനെ ഇവിടെ മൊത്തം എൻ്റെ ഷൂസാണ്, മുകളിലും എൻ്റെ ഷൂസാണ്. ഇവിടെ മൊത്തം നമുക്ക് ഒന്നിനു മേനെ ഒന്ന് വെക്കാം, ബിക്കോസ് അത്ര അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ ഇവിടെയുള്ളത് നമുക്കിങ്ങനെ കുറച്ച് ഓപ്പൺ ആയിട്ടിരിക്കുന്ന, നമുക്ക് പെട്ടെന്ന് പുറത്തേക്ക് സമ്മറിൽ ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ചെരുപ്പുകളാണ്. പിന്നെ ഇവിടെയുള്ളത് മുഴുവൻ എൻ്റെ ഓഫീസ് ഷൂസുകളാണ്. ആൻഡ് ഹിയർ ഇതാണ് എൻ്റെ ബച്ചാത്ത ഷൂസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദിസ് ഇസ് മൈ ബച്ചാത്ത ഷൂസ്. ഇതൊരു പ്രത്യേകതര ഷൂസാണ്. താഴെ ഇങ്ങനെ വെൽവെറ്റിയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഷൂസൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നവർ കളിക്കുന്നത് കേട്ടോ. ഇത് കുറച്ചധികം എക്സ്പെൻസീവ് ആണ്. ഇങ്ങനെ സ്റ്റോൺസ് ഒക്കെ പോയിട്ടുണ്ട്. ആൻഡ് താഴെ ഇങ്ങനെ വെൽവെറ്റിയാണ്. നമ്മളിതിങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കും, സോ ദാറ്റ് ഇതിൻ്റെ ആ ഒരു താഴെയിട്ട് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞുള്ളത് പോകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഉള്ളിലും വെൽവെറ്റിയാണിത്. പുറത്തിടാൻ പറ്റുന്നതല്ല, ഡാൻസ് കളിക്കുമ്പോൾ മാത്രം ഇടാൻ പറ്റുന്ന ഷൂസാണ്. ദിസ് ഇസ് മൈ ബച്ചാത്ത ഷൂസ്. ഇതിട്ടിട്ടാണ് ഞാൻ ഡാൻസ് കളിക്കുക. ആൻഡ് ഇതെൻ്റെ ബച്ചാത്ത ഷൂസാണ്. പിന്നെ ഇവിടെയുള്ളത് എഗെയിൻ കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള കുറച്ച് ഷൂസുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എൻ്റെ സ്പ്രിംഗ് ബൂട്ട്സ് ഉണ്ട്. നിങ്ങൾ പലപ്പോഴും കണ്ടുണ്ടാവും എൻ്റെ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ബാഗ്സിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് മുഴുവൻ എൻ്റെ ബാഗ്സാണ്. ഇത് നിങ്ങൾ ഓറഞ്ച് കുറേയിൽ കണ്ടുണ്ടാവും. ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ബാഗാണ് കേട്ടോ. സ്നൂപ്പി ഒരു ബാഗാണ്. സോ അതാണ് നിങ്ങൾ എപ്പോഴും ഈ ഓറഞ്ച് ആയിട്ട് കാണുന്നത്. എനിക്ക് എപ്പോഴും പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ പറ്റുന്ന സാധനങ്ങളായിരിക്കാം ഉള്ളത്. അപ്പോൾ ആ ഷൂസ്, പിന്നെ ഇത് ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ നിന്ന് പോയപ്പോൾ മേടിച്ചൊരു ബാഗാണ്, ഒരു സൈഡ് ബാഗ് പോലത്തെ ലെതറിൻ്റെയാണ്, ഗോട്ട് ലെതറാണ്. ഇതും എനിക്കിങ്ങനത്തെ കുറേ ക്ലോത്ത് ബാഗ്സ് ഉണ്ട്, പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇട്ടിട്ട് പോകാനുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ബാഗ് കളക്ഷൻസാണ് ഇവിടെ ഉള്ളത്. ആൻഡ് താഴെയും ഇതുപോലെ തന്നെ എൻ്റെ കുറേ ബൂട്ട്സും കാര്യങ്ങളും, പിന്നെ എൻ്റെ സ്നീക്കേഴ്സ്, പിന്നെ അഡിഡാസിൻ്റെ കുറച്ച് ഷൂസ്, പിന്നെ കുറച്ച് ഫ്ലാറ്റ് സമ്മർ വെയേഴ്സ് ഒക്കെയാണ് ഇവിടെ താഴെ വെച്ചിട്ട്. എല്ലാ ഗേൾസിനും ഇങ്ങനെ കുറച്ച് ഡ്രീംസ് ഒക്കെ ഉണ്ടാവുമല്ലേ. എനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഉള്ള ഒരു ഡ്രീം ആട്ടോ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കണമെന്ന്. പക്ഷേ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് പറ്റില്ല. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ പാവലാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് പാവലിനിങ്ങനെ കുറച്ച് കൈകാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഫുൾ ഡേ, ഐ വുഡ് സേ 1.5 ഡേ, കാര്യം ഇത് കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്ത് ചെയ്യണം. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു റൂമിൻ്റെ ഒരു പ്രകൃതം, ഒരു ഇരിപ്പ് വശം കുറച്ച് വിയേർഡായതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായി ചെയ്യണമായിരുന്നു. പിന്നെ ഇതിൽ ഓൾമോസ്റ്റ് 80 സ്ക്രൂകൾ ഈ മതിലിൽ ഞങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഈ പാനലുകളിൽ എല്ലാം ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്ക്രൂകൾ പിടിപ്പിക്കാം. വൺസ് പാനൽ അറ്റാച്ച് ആയാൽ നമുക്ക് ഈ സൈഡിലുള്ള ഫിക്സസ് വെച്ചതിന് ശേഷം ഈ ഷെൽഫ്സ് കയറ്റി അങ്ങ് വെക്കുന്നു. ദാറ്റ് ഈസ് ഇറ്റ്. ഈ ഷെൽഫിൻ്റെ ഒന്നും ഇടയിൽ സ്ക്രൂസ് ഇല്ല. ഈ പാനൽ മതിലിൽ ഒട്ടിച്ച് വെച്ചിരിക്കണ ആ ഒരു മതിലിലേക്ക് വെക്കാൻ, അപ്പോൾ ആ പാനൽ മതിലിലേക്ക് വെക്കാനുള്ള സ്ക്രൂകൾ മാത്രമേ വെച്ചിട്ടുള്ളൂ. വേറെ ഈ ഷെൽഫുകളിലൊന്നും സ്ക്രൂകളുടെ ആവശ്യമില്ല. നമുക്കിത് എപ്പോൾ വേണമെങ്കിലും വലിച്ചൂരിയെടുക്കാം, തിരിച്ചു വയ്ക്കാം. പക്ഷേ പാനലുകൾ മതിലിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. പാനലൊക്കെ കറക്റ്റ് മെഷർമെൻറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഷെൽഫ് എടുത്തിട്ട് നമുക്ക് അപ്പുറത്ത് വെക്കാം. ഇതിങ്ങനെ സ്ലിപ്പ് ചെയ്ത് അപ്പുറത്തോട്ട് വെക്കാം. ഇതിൻ്റെ ഇടയിൽ കാണുന്ന ഈ മെറ്റൽ റോഡ്സ് മാത്രമാണ് സ്റ്റാറ്റിക് ആയിട്ട് മതിലിലുള്ളത്. ബാക്കിയെല്ലാം എനി ടൈം റിമൂവബിൾ ആണ്. ബിക്കോസ് ദർ ഇസ് നോട്ട് ഈവൺ എ സിംഗിൾ സ്ക്രൂ ഓൺ ഇറ്റ്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. ആൻഡ് ഐ റിയലി ഡോണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ഇറ്റ്. ബിക്കോസ് എനിക്ക് ഇവിടെ വിൻഡോ ഉണ്ടെങ്കിലും ആ വിൻഡോയുടെ നമുക്ക് കർട്ടൻ അഴയ്ക്കിടാം. അപ്പം വെയിലൊന്നും അധികം കൊള്ളത്തില്ല. പിന്നെ ഇവിടെ അധികം പൊടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ
ക്ലോത്ത്സിനൊന്നും പറ്റുന്നില്ല. ആൻഡ് ഫോർ മീ വൈ ദിസ് സ്പേസ് ഈസ് കംഫർട്ടബിൾ ഫോർ മീ ഈസ് ബിക്കോസ് നമ്മളുടെ ഏരിയ, നമ്മുടെ ആ ഒരു ചുറ്റുവട്ടം വളരെ വൃത്തിയായിട്ടിരിക്കും. വാർഡ്രോബ് എൻ്റെ എന്നും ക്ലീൻ ആയിരുന്നു. പക്ഷേ എങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് സമയമില്ലാത്തപ്പോൾ നമ്മൾ ധൃതി പിടിച്ചിട്ട് വാർഡ്രോബിൽ കുത്തിക്കേറ്റ് എന്തെങ്കിലുമൊക്കെ വെക്കും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓൾവേസ് എൻ്റെ വാർഡ്രോബ് ഏരിയ ഇറ്റ്സ് ഓൾവേസ് ക്ലീൻ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് തൂക്കിയിടും. ഐ ആം നോട്ട് എ ഷോപ്പഹോളിക് ബട്ട് ഐ ഡു ഷോപ്പ് എ ലോട്ട്. അപ്പോൾ ഈ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോരം ഡ്രസ്സുകൾ നമുക്കുണ്ട്, നമുക്ക് എന്തോരം ഷൂസസ് നമുക്കുണ്ട് എന്നൊക്കെ നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിലുള്ള വിഷ്വൽ ഇമ്പാക്റ്റ് നമ്മളെ കുറേ ഹെൽപ്പ് ചെയ്യും. പിന്നെ മേടിക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള റീതിങ്ക് വരാൻ വേണ്ടി. ഞാനിപ്പോൾ ഒരു കടയിലേക്കൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എടുക്കുമായിരുന്നു. പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നല്ലപോലെ ആലോചിച്ചിട്ടാണ് ഓരോ ക്ലോത്ത്സും മേടിക്കാറ്, അല്ലെങ്കിൽ ഓരോ ഷൂസും മേടിക്കാറ്. വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നത് എൻ്റെ മുമ്പിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത്? സോ ദാറ്റ് പീപ്പിൾ ക്യാൻ ടേക്ക് ആൻഡ് ദേ ക്യാൻ സീ വാട്ട് ഈസ് ദെയർ ആൻഡ് ദേ ക്യാൻ തിങ്ക് അബൌട്ട് മിക്സ് ആൻഡ് മാച്ചിങ് ആൻഡ് ഓൾ ദാറ്റ് സ്റ്റഫ്. എനിക്ക് ആ ഓപ്ഷൻ ഞാൻ തന്നെ ഇവിടെ ക്രിയേറ്റ് എടുത്തു. എനിക്ക് ഒരു അലമാരി തുറന്നിട്ട് വേണ്ട അതിൻ്റെ വിഷ്വൽ ഇമ്പാക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഹെൽപ്സ് മീ എ ലോട്ട് ടു സ്പെൻഡ് ലെസ്. യെസ്, പക്ഷേ ഞാൻ ഷോപ്പ് ചെയ്യാറുണ്ട്, ഇല്ലെന്നല്ല. പക്ഷെ വളരെയേറെ കുറഞ്ഞു. പിന്നെ ഞാൻ ഇട്ട ഡ്രസ്സുകൾ തന്നെയും പിന്നെയും മാറി ഇടുന്നില്ല. ഞാൻ മാറ്റി എല്ലാ ദിവസവും ഇടാൻ പറ്റുന്നുണ്ട്. ബിക്കോസ് അലമാരിയുടെ പുറകിലേക്ക് പോകുന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ. ബിക്കോസ് നമ്മുടെ വാർഡ്രോബ്സ് ഒക്കെ ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അലമാരിയുടെ പുറകിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ എനിക്ക് ആ ഒരു പ്രശ്നം ഇപ്പം ഇല്ല. ബിക്കോസ് എല്ലാം എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ട്. പുറകിൽ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. ഐ ക്യാൻ സീ എവറിത്തിങ്. പിന്നെ എല്ലാം ഹാങ്ങറിലാണ് തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഹാങ്ങേഴ്സ് എടുക്കുക, തിരിച്ച് ഹാങ്ങറിൽ തന്നെ ഇട്ട് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ തോന്നുന്നു. സോ ദാറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഹാവിങ് ദിസ് കൈൻഡ് ഓഫ് എ വാർഡ്രോബ്. സെലിബ്രിറ്റീസിൻ്റെ എല്ലാം വീട്ടിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഏരിയ തന്നെയുണ്ട്, വാക്ക് ഇൻ വാർഡ്രോബ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ഒരു വീടൊന്നും നമുക്ക് ഇപ്പം ഇല്ല. അപ്പം നമ്മൾ ഉള്ള സ്ഥലം നല്ല പീസ്ഫുൾ ആക്കിയിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ നോക്കി. യെസ്, നമ്മളൊരു വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു റൂം, നമ്മൾക്കൊരു റൂം, അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. ഇവിടെ ഒരു ഗസ്റ്റ് റൂം ആയിട്ട് നമ്മളല്ലേ കാണുന്നില്ല. ഇത് ഗസ്റ്റുകളൊക്കെ വല്ലപ്പോഴും വരുന്നതാണ്. ഇവിടെ ആരും ഇവിടെ അങ്ങനെ കിടക്കാറൊന്നുമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഈ 50-60 വയസ്സ് വരെയൊക്കെ കുറേ ഇങ്ങനെ സേവ് ചെയ്ത് എല്ലാം സൂക്ഷിച്ച് അപ്പം പിന്നെ ചെയ്യാമെന്നൊക്കെ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും പറ്റത്തില്ല. അവസാനം നമ്മുടെ ലൈഫ് ഇങ്ങനെ അങ്ങ് പോകും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉടനെ ചെയ്യാം. വൈ നോട്ട്? അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്തു. എനിക്ക് എൻ്റെ വാക്ക് ഇൻ വാർഡ്രോബ് പോലെ വലിയ സെലിബ്രിറ്റീസുകളുടെ പോലെയൊന്നും പറ്റിയില്ല എങ്കിൽ കൂടെയും എനിക്ക് എൻ്റെ ഒരു മുറി കിട്ടി. ഇതെൻ്റെ സാമ്രാജ്യമാണ്. ഞാൻ ഈ മുറി അടച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് മൈ വേൾഡ്. ഹിയർ ഐ വർക്ക്, ഹിയർ ഐ വ്ളോഗ്, ഹിയർ ഐ ഡ്രസ് അപ്പ്. സോ ഇങ്ങനെയൊരു വേൾഡൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഐക്യ ഇപ്പം നാട്ടിലാണെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദൊക്കെ ഉണ്ട്. നമ്മുടെ കൊച്ചിനിലേക്ക് വന്നിട്ടില്ല. ഐ ഹോപ്പ് ഇറ്റ്സ് ഗോണ കം സൂൺ. ബിക്കോസ് ഭയങ്കര അഫോർഡബിളാണ്. ആൻഡ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ ആഗ്രഹത്തിന് ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈനിൽ ഡിസൈൻ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഐക്യയുടെ ബിൽഡിങ്ങിൽ പോയിട്ട് നമുക്ക് മേടിക്കാം. ഇപ്പം നാട്ടിലുള്ളവർക്കാണെങ്കിലും ബാംഗ്ലൂരിൽ നിന്നോ ഹൈദരാബാദിൽ നിന്നൊക്കെ സാധനങ്ങൾ വരുത്തിക്കാൻ പറ്റും. You just have to measure your room and IKEA ഓൺലൈൻ വെബ്സൈറ്റിൽ പോയിട്ട് you can design it and order the things. And വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ആ ഡിസൈൻ പോലെ അത് നമുക്ക് ചെയ്തില്ല എങ്കിൽ കൂടിയും നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാവുന്നതേ ഉള്ളൂ. ഞാൻ ഇത് ഡിസൈൻ ചെയ്ത പോലെയൊന്നും അല്ല. ഇവിടെ വന്നപ്പോൾ നമുക്ക് തോന്നി എന്നാൽ പിന്നെ കുറച്ചും കൂടി റാക്കുകൾ അവിടെ വയ്ക്കാം, ഇവിടെ കുറച്ച് സ്പേസ് ഇടാം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്കത് കണ്ണ് കണ്ട് ചെയ്യാൻ പറ്റും. പാനൽസ് സ്റ്റാറ്റിക് ആണല്ലോ, അപ്പം നമുക്കത് എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഫിക്സ് ചെയ്യാം. അത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പം നിങ്ങളും നിങ്ങളുടെ ഡ്രീം സിമ്പിൾ ആൻഡ് ഈസി വാർഡ്രോബ് ഉണ്ടാക്കുക. ആൻഡ് ലൈഫ് ഇപ്പോൾ മൊമെൻ്റ് എൻജോയ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.